ഹായ് നമസ്കാരം, ഞാൻ ഷാൻ. എസ് ബി ഐയിൽ അക്കൗണ്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ബാങ്കിലൊക്കെ പോയി ഒരുപാട് സമയം കളയുന്നതിന് പകരം വളരെ സിമ്പിളായിട്ട് എസ് ബി ഐയുടെ യോനോ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് എല്ലാ ട്രാൻസാക്ഷൻസും ഈസി ആയിട്ട് നടത്താൻ പറ്റും. ബാങ്കിൽ പോകുന്നത് ഒരു 90% ഒഴിവാക്കാൻ പറ്റും. ഇത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ മൊബൈലിൽ തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. ഏതൊരു സാധാരണക്കാരനും വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ യോനോ ആപ്പ് എങ്ങനെ നമ്മളുടെ മൊബൈലിൽ ആക്ടിവേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത്. എന്നാൽ പിന്നെ സമയം കളയണ്ട, ലെറ്റ്സ് മൂവ് ടു ദ റിയൽ സ്റ്റോറി. ഹിയർ വി ഗോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ യോനോ SBI ആപ്പ് നമ്മളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനായിട്ട് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലൊക്കെ പോയി യോനോ SBI എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആപ്പ് ഓപ്പൺ ആക്കി കഴിയുമ്പോഴേക്കും നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ ആപ്പ് ഓപ്പണായി വരും. അത് കഴിയുമ്പോൾ കുറച്ച് പെർമിഷൻസ് ഒക്കെ ചോദിക്കും, ലൊക്കേഷൻ ഓൺ ആക്കാൻ ചോദിക്കും. അങ്ങനെയുള്ള ചോദിക്കുന്നതെല്ലാം നമ്മൾ യെസ് കൊടുക്കുക, ഓക്കെ കൊടുത്തേക്കുക. അപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഒരു പേജ് വരും. ഇതിൻ്റെ അകത്ത് ന്യൂ ടു SBI എന്ന് പറഞ്ഞ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് രജിസ്റ്റർ നൗ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഓപ്ഷൻ വരും. രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് അതിൻ്റെ അകത്ത്: എക്സിസ്റ്റിംഗ് SBI കസ്റ്റമർ അല്ലെങ്കിൽ ന്യൂ ടു SBI. നമുക്ക് ഓൾറെഡി ഒരു SBI അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം കാണുന്ന എക്സിസ്റ്റിംഗ് SBI കസ്റ്റമർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴും നമ്മുടെ മുമ്പിൽ 1-2 പെർമിഷൻസ് ചോദിക്കും, അതെല്ലാം അലോ കൊടുത്തേക്കുക. അപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് SIM 1 SIM 2 എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് കാണിക്കും. അതായത് നമ്മൾ ബാങ്കിലെ അക്കൗണ്ടുമായിട്ട് SBIയിലെ നമ്മൾ ഉള്ള അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തേക്കുന്ന നമ്പർ SIM 1 ആണോ SIM 2 ആണോ എന്നുള്ളത് നോക്കിയിട്ട് 1 ആണെങ്കിൽ 1 എന്നുള്ളത് സെലക്ട് ചെയ്യുക, 2 ആണെങ്കിൽ 2 എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇത് ഒരു മെസ്സേജിലൂടെ നമ്മളുടെ മൊബൈൽ നമ്പർ ഇതുമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മൊബൈലിൽ മെസ്സേജ് അയക്കാൻ വേണ്ടുന്ന ഒരു ബാലൻസ് വേണം. അത് നമ്മളിപ്പോൾ സാധാരണ രീതിയിലൊരു ഓഫറൊക്കെ ചെയ്തിട്ടായിരിക്കും നമ്മൾ മൊബൈൽ നമ്പർ യൂസ് ചെയ്യുക. പക്ഷേ ആ ഓഫർ പോരാ, നമുക്ക് നമ്മുടെ മെയിൻ ബാലൻസിൽ മെസ്സേജ് അയക്കാൻ വേണ്ടുന്ന ഒരു പൈസ വേണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതില്ല എന്നുണ്ടെങ്കിൽ ഒരു 10 രൂപയ്ക്കെങ്കിലും മിനിമം ഒന്ന് ടോപ്പപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ SIM 1 ആണോ SIM 2 ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളോട് വീണ്ടും ഒരു പെർമിഷൻ ചോദിക്കും. നമ്മൾക്ക് മെസ്സേജസിനൊക്കെ വേണ്ടിയിട്ട് ഉള്ള പെർമിഷൻ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ എന്തെല്ലാം പെർമിഷൻ ചോദിക്കേണ്ടോ അതൊക്കെ ഞാൻ കൊടുത്തേക്കുക. ഇത് അലോ കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ മുമ്പിലേക്ക് മറ്റൊരു സ്ക്രീൻ വരുന്നു. പ്ലീസ് വെയിറ്റ് വൈൽ ചെക്കിംഗ് അവർ സിസ്റ്റം ഫോർ യുവർ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു കൗണ്ട് ഡൗൺ കാണാൻ പറ്റും. അപ്പോൾ ഇത് തീരുന്നോടും വരെ വെയിറ്റ് ചെയ്യുക. നമ്മൾ പ്രത്യേകിച്ച് ഈ സമയത്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുമ്പിലേക്ക് മറ്റൊരു സ്ക്രീൻ വരുന്നു. അതിൽ പ്രൊസീഡ് എന്ന് പറഞ്ഞ് കിടക്കുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഈ പ്രൊസീഡ് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ മുമ്പിലേക്ക് മറ്റൊരു പേജ് ഇതുപോലെ വന്നിട്ടുണ്ടാവും. അവിടെ കുറച്ച് കണ്ടീഷൻസ് ആൻഡ് പോളിസീസ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്തേക്കുക, ഐ എഗ്രി എന്ന് കൊടുക്കുക. നോ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പോട്ട് പോകില്ല. ഐ എഗ്രി എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഐ എഗ്രി കൊടുത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഉപയോഗിക്കുക ഇങ്ങനെ രണ്ട് ഓപ്ഷൻ വരും: രജിസ്റ്റർ ഫോർ യോനോ വിത്ത് മൈ ATM കാർഡ് അല്ലെങ്കിൽ രജിസ്റ്റർ വിത്ത് അക്കൗണ്ട് ഡീറ്റെയിൽസ്. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്. ഇതിൽ നമുക്ക് മൊബൈലിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം കിടക്കുന്ന രജിസ്റ്റർ ഫോർ യോനോ വിത്ത് മൈ ATM കാർഡ് എന്ന് പറയുന്നതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് കാര്യങ്ങൾ ഉറപ്പായിട്ടുണ്ടായിരിക്കണം. ഒന്ന് ATM കാർഡ്, രണ്ട് നമ്മളുടെ ബാങ്കിൻ്റെ പാസ്ബുക്ക് വേണമെന്ന് നിർബന്ധമില്ല, നമ്മുടെ അക്കൗണ്ട് നമ്പർ കയ്യിലുണ്ടായാലും മതി. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വെച്ച് നമ്മൾ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് കാണാം. അതിൻ്റെ തൊട്ട് താഴെ അക്കൗണ്ട് നമ്പർ കൊടുക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഫുള്ളായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ തൊട്ട് താഴെ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മളുടെ ജനന തീയതി കൊടുക്കാനുള്ള സ്ഥലമാണ്. അവിടെ നമ്മുടെ ജനന തീയതി കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് എഴുതിയതിൻ്റെ തൊട്ട് വലത് സൈഡിലായിട്ടൊരു കലണ്ടറിൻ്റെ ചിഹ്നം കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് നമ്മളുടെ ഡേറ്റുകൾ വരും. അതിൽ നിന്ന് നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടെത്തിയിട്ട് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന കോളം നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. അങ്ങനെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളുടെ അടുത്ത പേജിലേക്ക് വരികയും അവിടെ ഒരു OTP വെരിഫിക്കേഷൻ എന്നുള്ളത് കാണാൻ പറ്റും. നമ്മളുടെ ഈ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് ഒരു നമ്പർ, ഒരു OTP വന്നിട്ടുണ്ടായിരിക്കും. ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ കാണുന്ന OTP വെരിഫിക്കേഷൻ എന്നുള്ളിടത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ കുറച്ച് താമസമൊക്കെ വന്നേക്കാം OTP വരാനായിട്ട്. എന്തായാലും വന്നു കഴിയുമ്പോൾ ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മളുടെ പേരും ഡീറ്റെയിൽസൊക്കെ ആയിട്ട് ഒരു പേജ് വരും. അതിൻ്റെ ഏറ്റവും താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ATM കാർഡ് ഡീറ്റെയിൽസ് എന്ന് ചോദിച്ചു.
കിടക്കുന്ന കാണാൻ പറ്റും. അതിന് താഴെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ATM കാർഡിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന നമ്പറിൻ്റെ അവസാനത്തെ 6 അക്കം, ATM കാർഡിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഒരു നീണ്ട നമ്പറിൻ്റെ അവസാനത്തെ 6 അക്കം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ATMൻ്റെ പിന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ സാധാരണ ATM ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന പിന്നുണ്ടല്ലോ, 4 അക്ക നമ്പർ, ആ പിന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ഈ സബ്മിറ്റ് കൊടുത്തപ്പോഴേക്കും നമ്മുടെ മുമ്പിലേക്ക് മറ്റൊരു പേജ് വരികയാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പേജിൽ നമുക്ക് 2 കാര്യങ്ങൾ വേണം. നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യുന്നതിന് വേണ്ടി യോനോ ആപ്പിൻ്റെ ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു യൂസർ നെയിമും പിന്നെ ഒരു പാസ്വേഡും ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെയാണ് യഥാർത്ഥ രജിസ്ട്രേഷൻ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഈ യൂസർ നെയിം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളിപ്പോൾ പേരൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പേര് ഓൾറെഡി ഉണ്ടെങ്കിൽ ആ പേരിൽ തന്നെ ഒരു യൂസർ നെയിം മറ്റാരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പേരിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും നമ്പറോ വീട്ടുപേരിൻ്റെ കഷ്ണങ്ങളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ സാധാരണ ഇമെയിൽ ID അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണോ ഒരു യൂസർ നെയിം ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഇതുവരെ ആരും യൂസ് ചെയ്യാത്ത ഒരു യൂസർ നെയിം അവിടെ നമ്മൾ കൊടുക്കണം. അതിൻ്റെ തൊട്ട് താഴെ എൻ്റർ പാസ്വേഡും എൻ്റർ പാസ്വേഡും ഉണ്ട്. അപ്പോൾ നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. പാസ്വേഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പാസ്വേഡിൽ ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടായിരിക്കണം, പിന്നെ നമ്പർ ഉണ്ടായിരിക്കണം, ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം. അതായത് ഈ ഡോട്ട് അറ്റ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളില്ലേ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം, ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം, നമ്പർ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഒരിക്കലും മറന്നു പോകില്ലാത്ത ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നൊപ്പം തന്നെ പാസ്വേഡും യൂസർ നെയിമും നിർബന്ധമായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടാവണം. കാരണം നമുക്കിത് പിന്നീട് ആവശ്യം വരുന്നത് തന്നെയാണ്, മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് കൺഫേം എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ആ കൺഫേം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ രജിസ്ട്രേഷൻ എന്നുള്ളതിൻ്റെ മെയിൻ പണി കഴിഞ്ഞു. അത് കഴിഞ്ഞ് കറക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നു സക്സസ്ഫുൾ, യു ഹാവ് ബീൻ സക്സസ്ഫുള്ളി ആക്ടിവേറ്റഡ് യുവർ അക്കൗണ്ട് ഓൺ യോനോ എന്നുള്ളത് കാണാൻ പറ്റും. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സെറ്റ് MPIN എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഒരു 6 അക്കമുള്ള ഒരു കോഡ്, ഒരു MPIN കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. സെറ്റ് MPIN എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മുമ്പിലേക്ക് മറ്റൊരു പേജ് വരും. ഈ പേജിൽ ഒരു 6 അക്കമുള്ള ഒരു നമ്പർ, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുള്ള, നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന ഒരു നമ്പറാണ്. അതുകൊണ്ട് ഓർത്തിരിക്കുകയും എഴുതി വയ്ക്കുകയും ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അവിടെ ഒരു 6 അക്ക നമ്പർ കൊടുക്കുക. അത് നമ്മൾ എൻ്റർ ചെയ്യണം, ഒന്നുകൂടി എൻ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ 2 തവണ കൊടുക്കുക. കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും അവിടെ ഒരു എൻ്റർ OTP, നമുക്ക് വീണ്ടും ഒരു OTP വരും MPIN ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. ആ നമ്പർ ഇവിടെ OTP എന്ന് കൊടുത്തിരിക്കുന്നിടത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ വീണ്ടും ഒരു നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഒന്ന് കറങ്ങിക്കൊണ്ടിരുന്നതിന് ശേഷം നമ്മുടെ മുമ്പിലേക്ക് ഒരു മെസ്സേജ് വരും. നമ്മളിവിടെ സ്ക്രീനിലേക്ക് വരുന്നു. കൺഗ്രാജുലേഷൻസ്, നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ യോനോ ആപ്പിൽ ബേസ് ആയിട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഇങ്ങനെ ചോദിക്കും, ലോഗിൻ യൂസിങ് MPIN. അവിടെ നമ്മൾ ഉണ്ടാക്കിയ 6 അക്ക നമ്പർ, 6 അക്ക MPIN കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ യോനോ ആപ്പിൻ്റെ എല്ലാ ഫങ്ഷൻസും നമ്മുടെ മുമ്പിലേക്ക് ഓപ്പണായി വരും. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായി ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളുടെ യോനോ ആപ്പിൻ്റെ എല്ലാ ഫങ്ഷൻസും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഇങ്ങനെ നമ്മളുടെ യോനോ ആപ്പ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാങ്കിൽ പോയി ചെയ്യാവുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും ഇതിലൂടെ ചെയ്യാൻ പറ്റും. ലോണിന് അപ്ലൈ ചെയ്യാൻ പറ്റും, ക്യാഷ് ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ഇടാൻ പറ്റും. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റും. ഇത് എല്ലാം കൂടി ഞാൻ ഈ വീഡിയോയിൽ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും. ഇപ്പം തന്നെ കുറച്ച് ലെങ്തി ആയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ എന്തായാലും ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻസ് ആയിട്ട് അറിയിക്കുക. അതുപോലെ ഈ യോനോ ആപ്പുമായി ബന്ധപ്പെട്ട് ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് മറ്റൊരു വീഡിയോയിൽ ചെയ്യേണ്ടത് എന്ന് എന്തെങ്കിലും സജഷൻ പറയാനുണ്ടെങ്കിൽ അതും ചെയ്യുക. വീഡിയോയെക്കുറിച്ച് പൊതുവായുള്ള അഭിപ്രായങ്ങളും താഴെ കമൻസ് ആയിട്ട് പോരട്ടെ. ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം SP Junction. Thank you.